ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ആണ് നോക്കുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ബോൺസ് ഓഫ് ലൈഫ്, ജീവിത ബന്ധങ്ങൾ. അതായത് കുട്ടികളെ, ബോൺസ് എന്ന് വെച്ചാൽ ബന്ധങ്ങൾ എന്നാണ് അർത്ഥം. ലൈഫ് എന്ന് വെച്ചാലോ ജീവിതം. നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെയും ബന്ധങ്ങളെയും കുറിച്ചാണ് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു മനോഹരമായ വചനത്തോട് കൂടിയിട്ടാണല്ലേ. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. The greatness of humanity is not being human, but in being human. അതായത് മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്നത് നമ്മൾ വെറും ഒരു മനുഷ്യനായി ജീവിക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവരോട് കരുണയും ദയയും ഉള്ളവരായി ജീവിക്കുന്നതിലാണ്. കണ്ട കുട്ടികളെ, ഗാന്ധിജി പറയുന്നത് നമ്മൾ വെറും ഒരു മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ നല്ല മനുഷ്യരാകൂ എന്നാണ് പറയുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ ഇനി ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കഥയുടെ പേരെന്താണ്? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. അതായത് മുത്തശ്ശിയോടൊപ്പം ഒരു നീണ്ട നടത്തം. ഇത് എഴുതിയത് ആരാണ്? റസ്കിൻ ബോണ്ടാണ് ഇത് എഴുതിയത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, അതായത് ഒരു ചെറുകഥയാണ്. മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണിത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കവിതയുടെ പേരെന്താണ്? ഇത് 7 ഏജസ് ഓഫ് മാൻ, മനുഷ്യൻ്റെ 7 ജീവിതഘട്ടങ്ങൾ, അങ്ങനെ അർത്ഥം വായിക്കാം. ഇത് എഴുതിയതാരാണ്? ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റിൽ എക്സ്ട്രാക്റ്റ് ഫ്രം ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് കണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ നിന്നെടുത്ത ഭാഗമാണിത്. മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? അപ്പോൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠം നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം സാറിൻ്റേതാണ്. ലിറ്റിൽ തിങ് മാറ്റർ, ചെറിയ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇത് APJ അബ്ദുൽ കലാം സാർ എഴുതിയ ഒരു മെമ്മോയറാണിത്, അതായത് ഓർമ്മക്കുറിപ്പാണിത്. ജീവിതത്തിലെ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ പോലും എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 8 കാര്യങ്ങൾ നോക്കാം. മുകളിൽ എഴുതിയിട്ടിരിക്കുന്നത് ലെറ്റ്സ് ലോഗിങ്, അതായത് നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം, പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അതിന് താഴെ റീഡ് ആൻഡ് എൻജോയ് ദ കോമിക് സ്ട്രിപ്പ് ബിലോ, അതായത് താഴെ നൽകിയിരിക്കുന്ന ചിത്രകഥ വായിച്ച് ആസ്വദിക്കൂ. അതായത് കോമിക് സ്ട്രിപ്പ് എന്ന് വെച്ചാൽ എന്താ? ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന രീതിയാണ് കോമിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കോമിക്കിൻ്റെ പേരെന്താണ്? പിക്കിൾസ്. പിക്കിൾസ് എന്നാണ് ഈ ഒരു കോമിക് സ്ട്രിപ്പിൻ്റെ പേര്. ഇത് വരച്ചത് ബ്രയാൻ ക്രെയിൻ ആണ്. ഇത് വരച്ചത് ബ്രയാൻ ക്രെയിൻ. ഒരു മുത്തശ്ശനും കൊച്ചുമകനും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണിത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇനി മക്കളെ, ആ ചിത്രത്തിലേക്ക് നോക്കൂ. മുത്തശ്ശൻ കൊച്ചുമകനോട് പറയുകയാണ്, ലൈഫ് വാസ് എ ലോട്ട് മോർ ഡേഞ്ചറസ് വെൻ ഐ വാസ് എ കിഡ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ജീവിതം ഇതിനേക്കാൾ ഒരുപാട് അപകടം നിറഞ്ഞതായിരുന്നു. അപ്പോൾ അടുത്ത ചിത്രത്തിൽ മുത്തശ്ശൻ അവർ പണ്ട് കളിച്ചിരുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് പറയുകയാണ്. വി ഡിഡ്ന്റ് ഹാവ് പ്ലേ ഗ്രൗണ്ട്സ്, വി പ്ലേഡ് ഓൺ റെയിൽ റോഡ് ട്രാക്സ് ആൻഡ് ഫാം എക്യുപ്മെൻറ്റ്സ്. ഞങ്ങൾക്ക് കളിക്കാൻ അന്നൊന്നും കളിസ്ഥലങ്ങൾ, അതായത് പ്ലേ ഗ്രൗണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റെയിൽവേ ട്രാക്കുകളിലും കൃഷിയിടങ്ങളിലെ ഉപകരണങ്ങളിലൊക്കെയാണ്, എക്യുപ്മെൻറ്റ്സിലൊക്കെയാണ് കളിച്ചിരുന്നത് എന്ന് പറയുകയാണ്. പിന്നെ മുത്തശ്ശൻ അത്ഭുതത്തോടെ പറയുകയാണ്, ഇറ്റ്സ് എ വണ്ടർ എനി ഓഫ് അസ് സർവൈവ്ഡ്. ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ ഒരു അത്ഭുതമാണെന്നാണ് പറയുന്നത്. മുത്തശ്ശൻ പിന്നെയും പഴയ കാലത്തെക്കുറിച്ചിട്ട് വീണ്ടും പറയുകയാണ്, To get by you had to be tough and you had to grow up fast. അക്കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ, അതായത് പണ്ട് കാലത്തൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ നല്ല കരുത്തുള്ളവരായിരിക്കണം എന്നാണ് മുത്തശ്ശൻ പറയണത്. ഒപ്പം പെട്ടെന്ന് മുതിർന്നവരാകണമായിരുന്നു എന്നൊക്കെയാണ് മുത്തശ്ശൻ പറയണത്. പിന്നെ മുത്തശ്ശൻ കുട്ടിയോട് ചോദിക്കുകയാണ്, ഹൗ ഓൾഡ് ആർ യു നൗ സൺ? നിനക്കിപ്പോൾ എത്ര വയസ്സായി മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി എന്താ പറയണത്? 6, എനിക്ക് 6 വയസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ കൊച്ചുമോനോട് മുത്തശ്ശൻ ഒരു കോമഡി പറയുകയാണ്. എന്താണെന്നറിയോ? വെൻ ഐ വാസ് യുവർ ഏജ് ഐ വാസ് 8.5. അതായത് ഞാൻ നിൻ്റെ പ്രായമായിരുന്നപ്പോൾ എനിക്ക് 8.5 വയസ്സായിരുന്നു എന്ന്. കണ്ടോ കുട്ടികളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ പ്രായമുള്ളപ്പോൾ എനിക്ക് 8.5 വയസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വല്ല യുക്തിയുണ്ടോ? ഇല്ലല്ലോ. പണ്ടത്തെ കാലത്ത് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ കോമിക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ കഥയ്ക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ അർത്ഥവും ഉത്തരവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കോമിക് സ്ട്രിപ്പ്? കമൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയൂ എന്നാണ് പറയുന്നത്.
നമുക്കതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഇത് ക്യാരക്ടേഴ്സ് ആർ എ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹിസ് ഗ്രാൻഡ് സൺ. ദേ ഷെയർ എ വെരി ക്ലോസ് ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മുത്തശ്ശനും കൊച്ചുമകനുമാണ്. അവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ്? ഈ സംഭവം നടക്കുന്നത് എവിടെ വെച്ചാണ്? ദ ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ പാർക്ക് ഓർ എ പ്ലേ ഗ്രൗണ്ട് നിയർ ദ സ്വിങ്. ഒരു പാർക്കിലോ കളിസ്ഥലത്തോ ഉള്ള ഊഞ്ഞാലിൻ്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദെയർ കോൺവെർസേഷൻ? അവരുടെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Grandfather is talking about how dangerous and tough his childhood was compared to the modern days. മുത്തശ്ശൻ തൻ്റെ കുട്ടിക്കാലം ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് എത്രത്തോളം കഠിനവും അപകടം നിറഞ്ഞതുമായിരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു കൺസിഡർ ഹിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? ഈ സംഭാഷണം തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? യെസ്, ഇറ്റ് ഈസ് ഹ്യൂമറസ്. Because at the end, the grandfather said that when he was 6 years old, he was 8 and a half, which is impossible and funny. ശരിയാണല്ലേ, ഇത് തമാശയാണ്. കാരണം അവസാനം മുത്തശ്ശൻ പറയുന്നത് എന്താണ്? കുട്ടിക്ക് 6 വയസ്സുള്ള പ്രായത്തിൽ തനിക്ക് 8.5 വയസ്സായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു തമാശയല്ലേ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? സെലക്ട് എ ഫ്യൂ കോമിക് സ്ട്രിപ്സ് ലൈക്ക് ദ വൺ എബോ ആൻഡ് ഡിസ്കസ് ദം ഇൻ ഗ്രൂപ്പ്സ്. അടുത്ത ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട വർക്കാണല്ലേ. അതായത് ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടെത്തി ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ട്രൈ ടു പ്രിപ്പയർ കോമിക് സ്ട്രിപ്സ് ഓൺ എനി ദം. അതായത് ഗ്രൂപ്പുകളായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സ്വന്തമായി ഒരു ചിത്രകഥ തയ്യാറാക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മളെടുത്തത്. നമുക്കിനി അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ളത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിൻ്റെ ആക്ടിവിറ്റീസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.